അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ചക്ക വിഭവമായിട്ടാണ് പഴഞ്ചക്ക കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പഴഞ്ചക്ക, അതേപോലെ പഞ്ചസാര, അരിപ്പൊടി, മൈദപ്പൊടി, ചുക്ക്, ചെറിയ ജീരകം, ഏലക്കാപ്പൊടി, ഇതൊക്കെയാണ് ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഈ കാലത്ത് ചക്ക കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കാം, കഴിക്കുകയും ചെയ്യാം. പക്ഷേ നോമ്പ് കാലത്ത് കിട്ടിയാൽ അതെന്താ ചെയ്യാന്നറിയാതിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലെ പല വിഭവങ്ങളും നോമ്പ് കാലത്തായാലും ഈ കാലത്തായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് ആവിയിൽ വേവിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, എണ്ണയിൽ പൊരിച്ച് കോരിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് കുറച്ച് പഴഞ്ചക്കയാണ്. അതിങ്ങനെ കുരു കളഞ്ഞെടുക്കുക. അതെല്ലാം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഴഞ്ചക്ക ഇട്ടിട്ട് അടിച്ചെടുക്കുക. 125 ml കപ്പിന് ഒരു 1/4 കപ്പിലേറെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അടിച്ചു കൊടുക്കുക. അത് ഞാൻ ശരിക്കും അടിച്ചെടുത്തു. ഇത് വരിക്ക ചക്കയായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ പഴഞ്ചക്കയുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ചേർത്തി കൊടുക്കുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി 250 ml കപ്പിന് ഒരു കപ്പ് സാധാരണ പത്തിരിൻ്റെ പൊടി, മില്ലിൽ പൊടിച്ച പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 125 ml കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം കുഴച്ച് യോജിപ്പിക്കുക. എണ്ണയിൽ ഇങ്ങനെ ഉരുട്ടി ഇടാനുള്ളതാണ്. ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, സാധാരണ നമ്മളെ ചട്ടിയിൽ തന്നെയാണ്. ഇനി കൂടുതൽ പൊടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം കുഴച്ച് യോജിപ്പിച്ചിട്ട് അവിടെ വെക്കുക. കുറേശ്ശെ ഉരുട്ടി ഇങ്ങനെ ഇടാൻ പാകത്തിലായിട്ട് കുഴച്ച് യോജിപ്പിച്ച് വെക്കുക. എല്ലാം ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 125 ml കപ്പിന് സാധാരണ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ കുഴച്ച് വെച്ച മാവ്. ഈ നിലക്കടല നമുക്ക് പിന്നെ പൊരിച്ച് കോരാനുള്ള ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. ഇനി വറുത്ത കടല വാങ്ങണമെന്ന് വെച്ചാൽ ഇത് എന്നാലും വേണം ഇങ്ങനെ എണ്ണയിലൊന്ന് പൊരിച്ച് കോരിയെടുക്കുക. ഇനിയിപ്പോൾ കടല ഇല്ലെങ്കിൽ കുറച്ച് നാളികേര കൊത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഉണ്ണിയപ്പത്ത് ഇടും പോലെ ഇതിങ്ങനെ വറുത്ത് കോരിയെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ കടലുണ്ട്, കടലയാണ് ഇട്ട് കൊടുക്കണം. എന്നാൽ എനിക്ക് കൂടുതൽ ടേസ്റ്റായി തോന്നിയിട്ടുള്ളത് കടല വറുത്തിട്ടിട്ടാണ്, നാളികേര കൊത്തല്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ കോരിയെടുത്തു. ഇനി അത് പിന്നെ ഈ മാവുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മാവുക്ക് ഈ കടലിനെ യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കൈ കൊണ്ട് കുറേശ്ശെ അങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഉണ്ണിയപ്പ ചട്ടിയിൽ വേണമെങ്കിൽ അതിൽക്ക് ഇട്ട് കൊടുക്കുക, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ ചട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ണിയപ്പ ചട്ടി വേണമെന്നൊന്നുമില്ല, ഈ ചട്ടിയിൽ തന്നെ നല്ല ഉഷാറായിട്ട് വരും. ചട്ടിയിൽ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ. അപ്പോൾ ചട്ടിൻ്റെ നല്ലോണം കൂടുതൽ ചൂടായിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിയാൽ മതി. ഞാൻ ചട്ടി ചൂടായതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ ഓരോന്ന് കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കുക. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അങ്ങനെ പൊരിച്ച് കോരിയെടുത്താൽ മതി. അല്ലാതെ ഞാൻ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. ഒരു പാകത്തിനുള്ളൂ, ഞങ്ങൾക്ക് കഴിക്കാനുള്ളതന്നെ ഉള്ളൂ. കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും, പേരക്കുട്ടികളൊക്കെ നല്ലോണം കഴിക്കും. ഇവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ എണ്ണയിൽ പൊരിച്ച് കോരി എടുത്താൽ. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ട്. നല്ല കടലൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. കടല വറുത്ത് കോരിയിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കടല വെന്ത് കിട്ടൂല. അപ്പോൾ ഇനി കുട്ടിയൊക്കെ കൊടുക്കട്ടെ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.